ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ സ്വാഗതം പറയട്ടെ, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. അപ്പോൾ ഇന്നിപ്പോൾ എന്താ കാട്ടുകൂടെയൊക്കെ നടന്നിട്ട് പെറുക്കണമെന്നല്ലേ. 10 ദിവസം കർക്കിടകത്തിൽ 10 ഇല തിന്നണം എന്നല്ലേ പറയുക. അപ്പോൾ നമുക്കൊരു 10 ദിവസത്തിൽ 10 ഇല ഇങ്ങോട്ട് തിന്നാം, അല്ലാണ്ട് ഒന്നിച്ച് തിന്നൽ നടക്കില്ല. അപ്പം നമ്മൾ കുറച്ച് അരിമുളക് പറിച്ച് മിക്സിയിലിട്ടിട്ട് ജാറിലിട്ടിട്ടുണ്ട്, ജീരകം ഇട്ടിട്ടുണ്ട്, മിക്സിയിലല്ല കേട്ടോ. അപ്പോൾ ഒരു അല്ലി വെളുത്തുള്ളി തോനെ വേണമെങ്കിൽ ഇടാം, ഇലയ്ക്കനുസരിച്ചായിരിക്കും കൂട്ടുന്നത്. അപ്പോൾ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി, അതിങ്ങനെ തുണ്ടം വെട്ടിയത് പറഞ്ഞിട്ട് നോക്കണ്ട, മിക്സിയിൽ അരയുള്ളതല്ലേ. അപ്പോൾ ഒരു പിടി തേങ്ങയും. അപ്പം അങ്ങനെയൊക്കെയാണ് കർക്കിടക മാസത്തിൽ 10 ഇല തിന്നണം എന്നല്ലേ. തിന്ന് കളയാം, 10 ദിവസം ഒന്നിച്ച് തിന്നൽ നടക്കില്ല. അപ്പോൾ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, വറ്റൽമുളക് ഇടുക, കറിവേപ്പിൻ്റെ ഇല ഇടുക, പിന്നെ അതിൻ്റെ കൂടെ ഈ കോവക്കയുടെ ഇല ഇടുക. കോവയ്ക്ക് എന്തൊക്കെ ഉപകാരമല്ലേ, കായ തിന്നാം, ഇല തിന്നാം. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ. ആവശ്യത്തിന് വെള്ളം അതിൽ തന്നെ ഉണ്ട്, വെള്ളം ഒഴിക്കാറേ ഇല്ല കേട്ടോ ഞാൻ. ഇനി ഒഴിക്കുന്നവരുണ്ടായിരിക്കാം. ഇതൊക്കെ സ്കിന്നിന് നല്ലതാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും കഴിക്കുന്നതല്ലേ. എൻ്റെ ചാനലിൽ ഫോളോ ചെയ്യുന്നവർക്ക് ഈസി ഫുഡ് അത്ര ഇഷ്ടം. പെട്ടെന്നുണ്ടാക്കുന്ന ഫുഡ് എന്നാൽ ഇനി അങ്ങനെ തന്നെ ആവാം. ഇനി ഞാൻ ഡെയിലി വരുന്നത് പെട്ടെന്നുണ്ടാക്കുന്ന ഫുഡും കുറച്ച് ക്ഷേത്ര ദർശനവുമായിട്ടാണ് വരിക കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ കൂടിക്കോളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.